ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാടാണ്. നമ്മളിവിടെ നിന്ന് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നൈറ്റ് തന്നെ എല്ലാം പാക്കിംഗ് ഒക്കെ ചെയ്തു വെച്ച് സെറ്റായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ എന്തായാലും നമുക്ക് കാക്കനാട് ഇപ്പോൾ മെട്രോയുടെ പണിയും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് റോഡും കാര്യങ്ങളും പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ പോകുന്നത്. ട്രാഫിക് ഒഴിഞ്ഞ് കിട്ടും, ആ ഒരൊറ്റ കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഈ മഴയും ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഈ കാണുന്ന നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വൈക്കം വഴിയാണ് പോകുന്നത്. നമുക്കിനി തൃപ്പൂണിത്തറ കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല റോഡ് കിട്ടത്തുള്ളൂ. ഇത് അത്യാവശ്യം പൊളിഞ്ഞിട്ടുള്ള റോഡാണ്. പിന്നെ നമുക്കിത് ഇവിടെ നിന്ന് നേരെ വൈക്കമാണ് ഫസ്റ്റ് പോകുന്നത്. വൈക്കത്ത് നിന്ന് നേരെ കുമരകം വഴി ചങ്ങനാശ്ശേരി, നമ്മുടെ ചടയമംഗലം അതുവഴി റൗണ്ട് ചെയ്താണ് പോകുന്നത്. നേരെ കാട്ടാക്കട അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, അതുകൊണ്ട് ഒരു വൈബായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് നേരവും ശാന്തിയാണ്. ആരെന്തൊക്കെ പറയാൻ നമ്മ വേറെ മൂട്, ഏത് മൂട് പൊളി മൂട്. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചടയമംഗലം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചായക്കട കണ്ടു നിർത്തി. അത്യാവശ്യം നല്ല വൈബായിട്ടുള്ളൊരു ചായക്കട. ഒരു ചായ പറഞ്ഞു, കൂടെ ഒരു ചെറിയൊരു കേക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കഴിച്ചിട്ടാവും അങ്ങോട്ടുള്ള യാത്രയെന്ന് കരുതി. നമുക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ നമുക്കിനി യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ ലേക്ക് ട്രാക്ക് അത് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പാട്ടും വെച്ച് നേരെ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എത്തേണ്ടത് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ടച്ച് ചെയ്ത് നെടുമങ്ങാട് അതുവഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം കണ്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല, ലോറിയുടെ ഫുള്ള് ലോഡ് ഒരു സൈഡിലൂടെ ചരിഞ്ഞിട്ടും ലോറി ടോട്ടലി ചരിഞ്ഞിട്ടാണ് പോകുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറി വീണ്ടും വൈബായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആ പുല്ലിന്റെ ഇടയിലെ സ്പീക്കറിൽ നിന്ന് തന്നെ ശബ്ദം കേൾക്കണില്ലേ മിത്ര? ബൾട്രാട്ടറി തന്നെയാണ് വെച്ചു. എനിക്ക് പേടി.